നമസ്കാരം. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഫലം? നോക്കൂ, മുൻപ് ഡൽഹി തിരഞ്ഞെടുപ്പ്, ബീഹാർ തിരഞ്ഞെടുപ്പ് മുതലായവ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു. പലരും എന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രവചിക്കാത്തതെന്ന്. ഇതാണ് എൻ്റെ പ്രവചനം. നിങ്ങൾ കാണുക. നോക്കൂ, 294 സീറ്റുകളിലേക്കാണ് പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 148 സീറ്റാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഓരോ കക്ഷികളും എങ്ങനെയാണ് നേടുക എന്ന് പറയാം. കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിനാണ് മമതാ ബാനർജി അവിടെ ജയിച്ചത്. BJP കേവലം 77 സീറ്റിൽ ഒതുങ്ങി. നോക്കൂ, 35 വർഷത്തോളം സർവ്വ പ്രതാപികളായി ബംഗാളിനെ ഭരിച്ച് വാണരുളിയിരുന്ന സഖാക്കന്മാർ സംപൂജ്യന്മാരായി പോയ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇത്തവണ ചെറിയ തിരിച്ചുവരവിൻ്റെ ലാഞ്ചനകൾ അവിടെ ഇടതുപക്ഷം കാണിക്കുന്നുണ്ട്. എൻ്റെ പ്രവചനങ്ങൾ പറയട്ടെ. അതിനു മുമ്പ് അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓഫിയാമോ? കഴിഞ്ഞ തവണ കോൺഗ്രസും CPM-ഉം ഒരു അലയൻസ് ആയിരുന്നു, ഒരു സഖ്യമായിട്ടാണ് അവർ മത്സരിച്ചത്. വിചാരിച്ച പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്തവണ അവർ രണ്ടുപേരും രണ്ട് ടീമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്, രണ്ടായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, അധീർ രഞ്ജൻ ചൗധരി നയിക്കുന്ന കോൺഗ്രസ് അവിടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ പോലെ തന്നെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നോക്കൂ, അവിടെ കടന്നു വന്നിരിക്കുന്നത് BJP ആണ്. സുവേന്ദു അധികാരിയാണ് പ്രതിപക്ഷ നേതാവ്. സുവേന്ദു അധികാരി ഇതിനു മുമ്പ് മമതാ ബാനർജിയെ നേരിട്ടുള്ള പോരാട്ടത്തിൽ തോൽപ്പിച്ച ഒരു പോരാളിയാണ്, തെരഞ്ഞെടുപ്പ് പോരാളി തന്നെയാണ് അദ്ദേഹം. ഇത്തവണയും മമത കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 58,000 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ മമതയെ വെല്ലുവിളിക്കുകയാണ്. മമതയ്ക്ക് ആ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. വീറും വാശിയും ഇത്രത്തോളം ഒരു തിരഞ്ഞെടുപ്പിൽ, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈയിടെയായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നോക്കൂ, അതുകൊണ്ട് തന്നെ തീപാറുന്ന പോരാട്ടമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്രാവശ്യം പറയാനുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലേതുപോലെ അത്ര എളുപ്പമല്ല മമതാ ബാനർജിക്ക്. കാരണം പഴയ വിശ്വസ്തൻ മമതയ്ക്കെതിരെ കച്ചമുറുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന മമതയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു തേരാളി, അദ്ദേഹം AJUP എന്ന് പറഞ്ഞാൽ, അതായത് ആം ജനതാ ഉന്നയൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹവും തിരഞ്ഞെടുപ്പിൽ 115 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. മമതാ ബാനർജി നോക്കൂ, വിവാദ പ്രസ്താവനകളിലൂടെ, അതുമാത്രമല്ല ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു പള്ളി ബംഗാളിൽ നിർമ്മിക്കാൻ തുടങ്ങി ഈ ഹുമയൂൺ കബീർ. അതോടെയാണ് മമതാ ബാനർജി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഹുമയൂൺ കബീർ അവിടെ മത്സരിക്കുകയാണ്. മുസ്ലിം മേഖലകളിൽ അദ്ദേഹം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ UDF, അതായത് അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും അവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് മമതാ ബാനർജിക്ക് ചെറുതല്ലാത്ത ക്ഷീണമുണ്ടാക്കും. വർദ്ധിത വീര്യത്തോടെയാണ് BJP ഇത്തവണ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. 10-15 ദിവസം അവിടെ തങ്ങിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. എന്തായാലും പഴയ റിസൾട്ട് ആയിരിക്കില്ല എന്നത് തന്നെയാണ്. നോക്കൂ, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? 91 ലക്ഷം വോട്ടുകളാണ് SIR വഴി നീക്കം ചെയ്യപ്പെട്ടത്. മരിച്ചവരും അല്ലാതെയും കുടിയേറിയവും മാറ്റപ്പെട്ടവരും ഒക്കെ ആയിട്ട് 91 ലക്ഷം വോട്ടാണ് അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത്. അത് തന്നെ 12%, ആകെ വോട്ടിൻ്റെ 12% വരും. ഈ 12% ആരെയാണ് നേരിട്ട് ബാധിക്കുക എന്നത് തന്നെയാണ്. ഇത് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ബാധിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്. നോക്കൂ, എൻ്റെ പ്രവചനം ഇതാണ്. 149 സീറ്റോടെ കേവല ഭൂരിപക്ഷത്തിനേക്കാളും ഒരു സീറ്റ് അധികം ഭൂരിപക്ഷത്തിന് അവിടെ BJP അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് എൻ്റെ പ്രവചനം. നോക്കൂ, BJP അവിടെ അധികാരത്തിൽ വരും. ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകൾ 149 സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരും. 140 സീറ്റ് മമതാ ബാനർജി പിടിക്കും. നോക്കൂ, മറ്റ് പാർട്ടികളെല്ലാം കൂടി ഇത്തവണ 2 സീറ്റ് ഇടതുപക്ഷത്തിന് അവിടെ നേടാൻ കഴിയും. കോൺഗ്രസിന് 1 സീറ്റ് നേടാൻ കഴിയും. മറ്റു പാർട്ടികൾക്ക് 2 സീറ്റ്, 5 സീറ്റ് അവർ നേടുകയും മമതാ ബാനർജി ഈയുടെ തൃണമൂൽ കോൺഗ്രസ് 140 സീറ്റിൽ ഒതുങ്ങി. 149 സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരാനാണ് അവിടെ സാധ്യത. നന്ദി, നമസ്കാരം.